നമ്മൾ അടുത്ത പെർഫോമറെ വിളിക്കാൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം K7 ഫ്രം കടക്കര. നമസ്കാരം. 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 അല്ല, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മള് പുള്ളി സെലക്ടഡ് അല്ല പരിപാടിയിൽ. ആണോ? ഓക്കെ ഓക്കെ. ശരിയാവില്ല. ഞാൻ ഓഡീഷന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഓഡീഷന് വന്നുകൊണ്ടാണ് പറഞ്ഞത് സെലക്ടഡ് അല്ല എന്നുള്ളത് പറഞ്ഞത്. എന്നെ വിളിച്ച് പറയണ്ട അങ്ങനെ. ഓഡീഷനിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളാണ് വിളിച്ചു പറയണ്ടേ? ഇല്ല എന്ന് പറയണം. ഇതിപ്പോൾ അയാൾ ഇത്രയധികം പാട് കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം ആരാ വിളിച്ചത്, എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് മോശമാണ്. വിളിച്ച് പറയണ്ടേ? വിളിച്ച് പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇന്നലെ ഓഫ് അല്ലായിരുന്നോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഡീഷൻ കഴിഞ്ഞ് പോയിട്ട് എന്തുകൊണ്ടാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? അല്ല, അയാൾ പറയട്ടെ സംഭവം എന്താണെന്ന് അറിയാട്ടെ. പറയും. ചേട്ടൻ ഇന്നലെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്ത്? വൈകിട്ട് 6 മുതൽ വെളുപ്പിന് 6 മണി വരെ കോസ്മിക് കിരണങ്ങള് ഭൂമിയിൽ പതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നാസർ പുറത്തുവിട്ടു. ആര്? നാസർ പുറത്തുവിട്ടൊരു വാർത്ത. നാസർ ഒരു ഇലക്ട്രീഷ്യനാണ്. അല്ല, നാസർ അല്ല, നാസന്ന് വന്നതാന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് കുറെ നാളായിട്ട് കറങ്ങി നടക്കുന്നതാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്കിത് അറിയിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാനങ്ങനെ ആ വാർത്ത കേട്ട് നിങ്ങളിപ്പോ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആര് പറഞ്ഞാലും പറഞ്ഞില്ലെന്ന് നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അയാൾക്കും നല്ല ഉറപ്പുണ്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത്. ചേട്ടന്റെ കൊച്ചുമകളെ നിങ്ങൾ പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത ഷെയർ ചെയ്ത് എന്ത് ഫേസ്ബുക്കിൽ വന്നത്. അത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു കൊച്ചിനെ കാണാണ്ട് കിട്ടിയിട്ടുണ്ട്. രക്ഷകർത്താക്കൾ ചെന്ന് കുട്ടിയെ രക്ഷപ്പെടണം എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് വിട്ടു. ചേട്ടാ, അത് 2010 വന്ന മെസ്സേജാണ്. അതെനിക്ക് മനസ്സിലായി. എങ്ങനെ? ഈ 2010 കാണാണ്ടായ ആ പയ്യൻ നേരിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി. നേരിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി. ചേട്ടാ, എന്ത് പറഞ്ഞാലും നമുക്ക് ഇവിടെ അങ്ങനെ പ്രതിഭയുള്ളവരെ പറ്റുള്ളൂ. ചേട്ടനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റും. നമ്മൾ നടത്തുന്ന പരിപാടിയല്ലേ, ഞങ്ങൾ നടത്തുന്ന പരിപാടിയല്ലേ. അങ്ങനെ ചേട്ടൻ കയറി വന്നിട്ട് നിർത്താൻ പറഞ്ഞ ഞങ്ങൾ എന്റെ ഭാര്യനെ മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഫ്ലോറിൽ വരുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോന്ന വീട്ടിൽ നിന്ന്. അങ്ങനെ എന്തെങ്കിലും കേട്ടുടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ചാൻസ് കിട്ടാണ് ഞാൻ അങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറി. നിങ്ങൾക്ക് അങ്ങനെ പറയാല്ലേ? ചേട്ടൻ പറയട്ടെ, ചേട്ടനൊരു MP അല്ലേ? എന്റെ വിഷമം ഒരു കലാകാരന്റെ വിഷമം മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾക്ക് മനസ്സിലായി ചേട്ടാ, സെന്റിമെന്റ്സിന് ഒരു വില, അത് അങ്ങനെ കൊടുക്കല്ലേ. നമുക്ക് ഒരാളുടെ ഒരു പ്രതിഭയില്ല. അങ്ങനെയല്ല, ഒരാൾ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ കരയ. മമ്മൂട്ടി, മോഹൻലാലും മറ്റും ഒക്കെ ഇങ്ങനെ തന്നെയാ വന്നത്. ഇങ്ങനെയോ? ഇങ്ങനെയോ? അല്ല, അതിപ്പോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെയാവും വന്നിട്ടുണ്ടാവുക. അവർക്കുണ്ടാവും ഒരു ചെറുപ്പമൊക്കെ. അപ്പൊ ആ നിലയ്ക്ക് അയാൾക്കൊരു ചാൻസ് കൊടുക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ആൾക്കാർ വിചാരിക്കും നിങ്ങളാണ് ഏറ്റവും വലിയ ആൾ വിചാരിക്കും. ഞാനൊരു തോറ്റ MP ആണ്, ജയിച്ച MP ആണ്. ഒന്ന് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഓക്കെ പറഞ്ഞാ പോരെ. പിഷാരടി അങ്ങനെ പറയരുത്. ഒരു സെക്കൻഡ്, ആരെ വിളിക്കണ്ടല്ലോ അവിടെ? സാറിന്ന് വിളിക്കും. സാറേ, സാറിനോടാണ് ഞാൻ പറയണത്. സാർ അങ്ങനെ പറയരുത്. എന്റെ കണ്ണീര് ഫ്ലോറിൽ വീണ് കഴിഞ്ഞിട്ടല്ല എന്ത് സംഭവിക്കും സാറിന് അറിയാമോ? നമ്മളിവിടെ ചിരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണല്ലോ. ചിരിപ്പിക്കാൻ തുടങ്ങിയ പരിപാടിയാണ്. അതിനെ കണ്ണീര് വീഴേണ്ട ആവശ്യം. ഞാൻ ഈ ഫ്ലോറിൽ കിടന്ന് ഉറങ്ങിക്കോളാം പരിപാടി. രമേശേട്ടാ, എന്താ പിന്നെ പുള്ളി ഇവിടെ നിന്നോട്ടെ. ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഹാപ്പി അല്ലേ? ഇവിടെ നോക്കി കണ്ടു നന്നായിട്ട് നിൽക്കണം. അല്ല, ആ കുട്ടി എന്താ പറഞ്ഞെന്നറിയാ? ഇനി ഞാൻ ഉണ്ട് നിങ്ങളുടെ കൂടെ. അത് കേട്ടോ നിങ്ങൾ? അതല്ല മോളെ, ഞാൻ ഒരു കാര്യം പറയാം. നീ കോമ്പയർ ചെയ്യണേ, കോമ്പയർ ചെയ്യുക. വെറുതെ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഉണ്ട്, ഒപ്പം ഉണ്ടാവും, എന്നുണ്ടാവും. കാര്യം കുട്ടികളുള്ള വേണ്ട, ഈ വക ആൾക്കാർ വേണ്ട ഇവിടെ. എനിക്കത് ഇഷ്ടമില്ല. ഒരു മകളെ പോലെ ഞാൻ നോക്കിക്കോളാം. എന്നാ അത് വ്യക്തമായിട്ട് പറയണം. അത്രേ ഉള്ളൂ. നല്ല വിഷമുണ്ട്. അപ്പൊ കേശവൻ ചേട്ടൻ നമ്മുടെ കൂടെ ഇനിയുള്ള എപ്പിസോഡുകളിൽ വൺസ് അപ്പോൺ എ ടൈമിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ വരുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് ഇന്നസെന്റ് സാറിനെയും പിഷാരടി ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ്. രണ്ടുപേരും പ്ലീസ്. ചേട്ടാ, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന കലാകാരന്മാരായ ഇന്നസെന്റ്, പിഷാരടി, ഇനി കേശവട്ടങ്ങളൊപ്പം ഈ വേദിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വരെ കാത്തിരിക്കുക. പോയിട്ട് വരാം. ബൈ. സന്തോഷമായില്ലേ?